ഇന്ന് നമുക്ക് കാശിക്കുട്ടൻ്റെ കണ്ണെഴുത്ത് കണ്ടാലോ. അപ്പോൾ ഡാസ്ലറിൻ്റെ ഐലൈനർ പെൻസിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ML-C23 ആണ് ഇതിൻ്റെ കോഡ് എന്ന് പറയുന്നത്. നമ്മളിത് ഇവിടെ സാധാ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ വളരെ തിന്നായിട്ടാണ് കാശിക്ക് കണ്ണെഴുതി കൊടുക്കാറ്. കാശി ഉറങ്ങുന്ന സമയത്ത് മാത്രമേ നമുക്ക് കണ്ണെഴുതി കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആൾ തട്ടും. ഇനിയിപ്പോൾ ആൾ ഓക്കെ കുഴപ്പമില്ലാത്തൊരു മൂഡിലാണെന്നുണ്ടെങ്കിലൊക്കെ കോപ്പറേറ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ആൾ അങ്ങനെ നമ്മളെ എഴുതാനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ വളരെ തിന്നായിട്ട് എനിക്കിങ്ങനെ വളരെ തിന്നായിട്ട് വരച്ചു കൊടുക്കണതാണ് ഇഷ്ടം. അല്ലാതെ വളരെ തിക്കായിട്ടൊന്നും കുട്ടികൾക്ക് കണ്ണെഴുതി കൊടുക്കണ ഇഷ്ടമല്ല. ചില സമയത്ത് ആൾ തട്ടുകയാണെന്നുണ്ടെങ്കിലാണ് ഇത് അറിയാണ്ട് ഇങ്ങനെ തിക്കായി പോവാറ്. പിന്നെ ഇടത് സൈഡിലൊരു ചെറിയൊരു കറുത്ത പൊട്ടിട്ട് കൊടുക്കും. ഇവിടങ്ങളിലൊക്കെ ഇങ്ങനെ ഇടത് സൈഡിലാണ് പൊട്ടിട്ട് കൊടുക്കാറ്. ചോറൂണിന് മുമ്പൊക്കെ. ചോറൂണിന് ശേഷമാണ് നടുവിലേക്ക് പൊട്ട് മാറ്റാറ്. അതിന് ശേഷം കവിളിൽ ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുക്കും. അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാശിക്കുട്ടൻ്റെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയി. ഇനി മിനുക്കുമണി എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒരു ഇട്ട കൺമഷീൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് പൗഡർ വെച്ചിട്ടൊന്ന് ടാബ് ചെയ്ത് കൊടുക്കും. ആളുടെ ഫേസിലും ദേഹത്തൊന്നും അങ്ങനെ പൗഡറൊന്നും ഇട്ട് കൊടുക്കാറില്ല. ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കണ ഹിമാലയയുടെ ബേബി പൗഡറാണ്. അങ്ങനെ മുഖത്തൊന്നും ആൾക്ക് പൗഡർ ഇട്ട് കൊടുക്കാറേ ഇല്ല നമ്മൾ. അപ്പോൾ കാശിക്കുട്ടൻ നല്ല ഉറക്കമാണ്. ഇന്ന് ആൾ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ എല്ലാ അമ്മമാർക്കുള്ളൊരു സ്വഭാവമാണ് കുഞ്ഞുങ്ങൾ ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തലോടി കൊടുക്കാൻ. ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്